Gigabyte എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി മെയിൻ ആയിട്ട് രണ്ട് കാറ്റഗറി എയിം ചെയ്തിട്ടാണ് ലാപ്ടോപ്പ് ഇറക്കുന്നത്. ഒന്നാമത്തത് ഗെയിമേഴ്സിന് വേണ്ടിയിട്ട് ഓറസും, രണ്ടാമത്തത് ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ട് എയറോയും. ദാ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഗിഗാബൈറ്റ് അടുത്തിറക്കാൻ പോകുന്ന എയറോ 14 OLED ലാപ്ടോപ്പാണ്. ശരിക്കും പറഞ്ഞാൽ പൊതുവേ ഞാൻ കരുതിയിരുന്നത് എന്താണെന്നറിയാമോ, നിങ്ങൾക്ക് കുറച്ച് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതും എന്നാൽ നിങ്ങൾക്ക് ലോകത്തിന് എവിടെ വെച്ച് വേണമെങ്കിലും 4K വീഡിയോ വരെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലാപ്ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്ബുക്ക് എന്നാണ്. കാര്യം ഗെയിമിംഗ് ലാപ്ടോപ്പാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഭയങ്കര ബൾക്കിയാണ്, ഭയങ്കര വെയിറ്റ് ഉള്ളതാണ്. എന്നാൽ എയറോ യൂസ് ചെയ്ത് വന്നതിന് ശേഷം ആ ഒരു കോൺസെപ്റ്റേ ചേഞ്ച് ആയി. നിങ്ങൾ ഈ ചാനലിൽ കാണുന്ന പല വീഡിയോസും നമ്മൾ എയറോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ലിം ലാപ്ടോപ്പിൽ എഡിറ്റ് ചെയ്തതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പറഞ്ഞുതരാം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ലാപ്ടോപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വെൽ ഡിസൈൻഡ് ലാപ്ടോപ്പാണ്. അലുമിനിയം ബോഡി ആണെങ്കിലും ഒരു തരം പ്ലാസ്റ്റിക് ഫീൽ ഉണ്ട്. പക്ഷേ അത് കാരണം നമുക്ക് ഇതിൻ്റെ വെയിറ്റ് നല്ല രീതിക്ക് കുറയ്ക്കാൻ പറ്റി. 1.4 kg, അതായത് 1.5 കിലോ പോലും ഇല്ല, 1.4 kg മാത്രമാണ് ഇതിൻ്റെ വെയിറ്റ്. പണ്ടത്തെ മാക്ബുക്ക് പോലെ ലൈറ്റ് കത്തുന്ന എയറോയുടെ ലോഗോ ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് എപ്പോഴും കത്തത്തില്ല, നിങ്ങൾ ചാർജറിൽ കണക്ട് ചെയ്തിടുന്ന സമയത്ത് ആ എയറോ ലോഗോ ലൈറ്റ് അപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു ലാപ്ടോപ്പിൽ മെയിനായിട്ട് എല്ലാവരും നോക്കുന്നത് പോർട്സ് ആണല്ലേ. അപ്പോൾ പോർട്സിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് പുറകിലായിട്ട് ഒരു HDMI 2.1 ഉണ്ട്, അതുപോലെ തന്നെ USB 3.2 Gen 2 Type A പോർട്ട് ഉണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ചാർജ് ചെയ്യാനായിട്ടുള്ളൊരു 3.2 Gen 2 Type C പോർട്ട് ഉണ്ട്. 130 വാട്ട്സിൻ്റെ ഒരു ചാർജിങ് ബ്രിക്കാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. ഒരു മൈക്രോ SD കാർഡ് സ്ലോട്ട് ഉണ്ട്, ഓഡിയോ പോർട്ട് ഉണ്ട്. റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് 2 Thunderbolt 4 പോർട്ടുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ സകലമാന പോർട്ടുകളും ഈ ഒരു ലാപ്ടോപ്പിനകത്തുണ്ട്. പൊതുവെ നമ്മൾ പല കമ്പനിയിൽ നിന്നും കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ലൈറ്റ് വെയിറ്റ് ആയിട്ട് ലാപ്ടോപ്പ് ഇറക്കുമ്പോൾ പോർട്ടുകൾ വെട്ടിക്കുറയ്ക്കും. എന്നാൽ ഗിഗാബൈറ്റ് അതിൽ ഒരു ദാക്ഷിണ്യവും കാണിച്ചിട്ടില്ല, സൂപ്പറായിട്ട് പോർട്ടുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. കീബോർഡ് നല്ല വെൽ അലൈൻഡ് ആണ്. ഫസ്റ്റ് ടൈം ആഫ്റ്റർ മാക്ബുക്ക് എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈപ്പിംഗ് എക്സ്പീരിയൻസ് തന്നത് എയറോയാണ്. ഇതൊരു പ്രൊമോഷണൽ വീഡിയോ അല്ല, ഇതൊരു പെയ്ഡ് റിവ്യൂ അല്ല, ലിറ്ററലി പെയ്ഡ് റിവ്യൂ അല്ല. സീരിയസ്ലി ഞാനിത് യൂസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. കാര്യം കഴിഞ്ഞ 3 മാസമായിട്ട് എനിക്ക് തോന്നുന്നു നമ്മളൊരു 3 ലാപ്ടോപ്പോ 4 ലാപ്ടോപ്പോ എന്തോ യൂസ് ചെയ്ത് വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ ഇവർക്ക് ആർക്കും ഉപയോഗിക്കാൻ കൊടുക്കാതെ ഞാൻ തന്നെ ഉപയോഗിക്കുന്നത് ഇതാണ്. നല്ല ചിക്ക് ഫീൽ തരുന്ന ടൈപ്പിംഗ് ആണ്, അത്യാവശ്യം വലുപ്പമുള്ളൊരു ട്രാക്ക് പാഡുമാണ്. പക്ഷേ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്തോ ഒരു ചീപ്പ് ഫീൽ, അതായത് ഒരു പ്രീമിയം ഫീൽ നമുക്ക് ഈ ഒരു ട്രാക്ക് പാഡിൽ ഫീൽ ചെയ്യാൻ പറ്റില്ലെങ്കിലും അതൊരു കുഴപ്പമില്ല. അത് വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്തെങ്കിലും ചെയ്തതായിരിക്കും. ട്രാക്ക് പാഡിൽ എയറോയുടെ ഒരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ചിലർക്ക് ഇത് ഇഷ്ടപ്പെടാം, ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. കാര്യം എന്തോ കറ പിടിച്ചിരിക്കുന്നത് പോലെയൊക്കെ തോന്നും ദൂരം നോക്കുമ്പോൾ. ഇനി ചിക്ക് ഫീൽ കാണണമെന്നുണ്ടെങ്കിൽ ലാപ്ടോപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പീക്കേഴ്സ് ഇതിൻ്റെ അടിയിലായിട്ടാണ് വരുന്നത്. സ്പീക്കേഴ്സ് എത്രത്തോളം എഫിഷ്യൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ലൗഡെന്ന് ഞാൻ പറയില്ല, എന്നാൽ അത്യാവശ്യം നിങ്ങൾക്കൊരു നല്ലൊരു സ്പീക്കറോ അല്ലെങ്കിൽ ഇത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പൊതുവേ ഒരിക്കലും നിങ്ങൾ ഹെഡ്ഫോൺ യൂസ് ചെയ്യാതെ വീഡിയോ എഡിറ്റ് ചെയ്യാനോ ഒരു പരിപാടിയും ചെയ്യരുത്. നിങ്ങൾക്ക് ഏറ്റവും നല്ല എക്സ്പീരിയൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഹെഡ്ഫോണോ സ്പീക്കേഴ്സോ ഒക്കെ കണക്ട് ചെയ്യണം. സോ അതൊരു പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യണേ. സുഖമായിട്ട് നിങ്ങൾക്ക് ഒരു കൈ കൊണ്ട് തുറക്കാൻ പറ്റിയ ഒരു ഡിസ്പ്ലേ ആണ്. ആൻഡ് ഇതൊരു OLED ഡിസ്പ്ലേ ആണ്. ലൈക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഹിഞ്ചസ് ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ശരിക്കും ഈ ഒരു സാധനം മാറ്റർ ചെയ്യും. അതായത് പൊതുവേ ഒരു ലാപ്ടോപ്പ് തുറക്കുന്ന എക്സ്പീരിയൻസ്, ഇത് ഞാൻ പറയുന്ന സമയത്ത് വീഡിയോ കുറച്ച് ലെങ്ത് ആയി പോകാം, പക്ഷേ ഇത് ഞാൻ പറയുന്ന സമയത്ത് ഭയങ്കര വാലിഡ് ആയിട്ടുള്ള കാര്യമാണ്. ചില ലാപ്ടോപ്പ് ഉണ്ട് ഇങ്ങനെ അടച്ചു വെച്ചിരിക്കുകയായിരിക്കും, നമ്മളിങ്ങനെ കൊണ്ടുവന്ന് വെക്കും, എന്നിട്ട് തുറക്കുന്ന സമയത്ത് ഈ താഴത്തെ സാധനം കൂടി പൊങ്ങി വരും. അപ്പോൾ നമ്മളിങ്ങനെ ഒരെണ്ണം താഴെ ഇങ്ങനെ പിടിച്ചിട്ട് തുറക്കേണ്ടി വരും. അതൊരു ബാഡ് എക്സ്പീരിയൻസ് ആണ്. ശരിക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള ലാപ്ടോപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു വിരൽ കൊണ്ട് നമുക്കിങ്ങനെ ഓപ്പൺ ആക്കി വെക്കാൻ പറ്റണം. നമ്മൾ ഒരു കൈ കൊണ്ട് തുറന്നാൽ പോരല്ലോ, തുറന്നു കഴിഞ്ഞാൽ നമ്മളെ വെൽക്കം ചെയ്യുന്ന ആ 14 ഇഞ്ച് 2.8K റെസൊല്യൂഷനിലുള്ള 90 Hz റിഫ്രഷ് ആയിട്ടുള്ള ഒരു സാംസങ്ങിൻ്റെ OLED പാനലുള്ള ഡിസ്പ്ലേ. ആൻഡ് ഈ ഒരു ഡിസ്പ്ലേയുടെ ക്വാളിറ്റി കമ്പാരിസൺ ഈ ഒരു സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് നമ്മുടെ എയറോയുടെ 2.8K റെസൊല്യൂഷനിലുള്ള OLED ഡിസ്പ്ലേ ആണ്. എന്നാൽ റൈറ്റ് സൈഡിൽ കാണുന്നത് ഒരു IPS ഡിസ്പ്ലേ ആണ്. ഈ ലാപ്ടോപ്പിനെ സൈഡ് ബൈ സൈഡ് വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും OLED ഡിസ്പ്ലേ ഭയങ്കര വൈബ്രൻറ്റും വിവിഡുമാണ്. അതുപോലെ തന്നെ ബ്ലാക്സ് ഒക്കെ നല്ല എടുത്ത് നിൽക്കുന്നുണ്ട്, ലൈക്ക് സൂപ്പർ ഗുഡ്. 600 nits ആണ് ഇതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള ലാപ്ടോപ്പിനെ വെച്ച് നോക്കുന്ന സമയത്ത് ഒത്തിരി ബ്രൈറ്റ് ആണ്. ഒത്തിരി ബ്രൈറ്റ് മീൻസ് ഭയങ്കര ബ്രൈറ്റ് ആണ്. ആൻഡ് ഔട്ട്ഡോർ ഒക്കെ സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. യെസ്, ഇതൊരു എഡിറ്റിംഗ് അല്ലെങ്കിൽ ഒരു ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ളതും അല്ലെങ്കിൽ ഡിസൈനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ലാപ്ടോപ്പ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതൊരു സിറ്റുവേഷനിലും നിങ്ങളുടെ വീഡിയോ, ലൈക്ക് ഇപ്പോൾ നിങ്ങളൊരു ഇവൻറ്റിന് പോവാണ്, നിങ്ങളൊരു സ്ഥലത്ത് പോവാണ്, നിങ്ങൾ ജസ്റ്റ് അവിടെ വെച്ച് ഷൂട്ട് ചെയ്തു, അപ്പം തന്നെ ഇതിനകത്ത് കോപ്പി ചെയ്യുക, എഡിറ്റ് ചെയ്യുക, റെൻഡർ ചെയ്തെടുക്കുക, അപ്ലോഡ് ചെയ്യുക. സോ ഏതൊരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് കേപ്പബിലിറ്റി ഉണ്ടാവണം എന്നതാണ് ലൈക്ക് എയറോയുടെ ഏറ്റവും വലിയൊരു എയിം. ഇതൊരു പാൻറ്റോൺ വാലിഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്. ഇപ്പം നിങ്ങൾക്ക് ഒന്നും മനസ്സിലായി കാണില്ല എന്ന് എനിക്കറിയാം. അതായത് ഇതിനകത്തുള്ള കളേഴ്സ്
എല്ലാം ഭയങ്കര അക്യുറേറ്റ് ആയിരിക്കും. കളർ ഗ്രേഡ് ചെയ്യുന്നവർക്കൊക്കെ ലൈക്ക് അത് അത്യാവശ്യമാണല്ലോ. പിന്നെ ഇതൊരു ഓലഡ് പാനൽ ആയതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിനകത്ത് ആന്റി ഗ്ലെയർ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ ലൈറ്റിന്റെ ഓപ്പോസിറ്റ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഗ്ലെയർ നല്ല രീതിക്ക്, ഈവൻ ഞാൻ ഇപ്പോൾ ഓപ്പൺ ആക്കി വെച്ചിരിക്കുകയാണ്, ഞാൻ എന്തൊക്കെ കൈയിട്ട് ആക്കുന്നുണ്ടെന്നുള്ളത് ഇതിനകത്ത് ഇനി കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഡൗൺ സൈഡ് ഈ ഡിസ്പ്ലേക്കകത്തുണ്ട്. ഒരു 1080p റെസൊല്യൂഷൻ ഉള്ള ഒരു വെബ് ക്യാം ആണ് ഈ ഒരു ലാപ്ടോപ്പിന്റെ അകത്തുള്ളത്. അപ്പോൾ ക്വാളിറ്റി, ഓഡിയോ ക്വാളിറ്റിയും ആസ് വെൽ ആസ് നിങ്ങൾക്ക് വീഡിയോ ക്വാളിറ്റിയും എങ്ങനെയാണുള്ളതെന്നുള്ളത് ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പെർഫെക്റ്റ് ആയിട്ട്. ലൈക്ക് വേണമെങ്കിൽ ഒരു ടെസ്റ്റ് കൂടി ഞാൻ കാണിച്ചു തരാം. സൗണ്ട് ചെക്ക് ഇതിൽ ഏതാണ് ബെറ്റർ എന്നുള്ളത് നിങ്ങൾക്ക് നോക്കാം. വീഡിയോ കോൺഫറൻസിനും വീഡിയോ കോളിനും ഒക്കെ പറ്റിയതാണോ അല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടിക്കാണും. ഇനി നിങ്ങൾ എല്ലാവരും കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന കാര്യം ഇതിന്റെ പെർഫോമൻസ്. ആദ്യം തന്നെ എന്തുകൊണ്ട് ഞാൻ പറഞ്ഞില്ല എന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും. 13th Gen i7 ആണ് ഇതിനകത്തുള്ള ചിപ്സെറ്റ്, അതായത് i7-1300H ആണ് ഇതിന്റെ മോഡൽ നമ്പർ. അപ്പോൾ നമ്മുടെ ഒരു ലാപ്ടോപ്പ് വാങ്ങുന്ന ഒരു ഗൈഡ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കണ്ടിരിക്കുക. അതിനകത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഈ അവസാനമുള്ള HP-U ഇതൊക്കെ എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന്. H സീരീസ് ആണ് നമ്മുടെ ഈ ഒരു ലാപ്ടോപ്പിനകത്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഗെയിമിങ്ങും 4K എഡിറ്റിങ്ങും അത്യാവശ്യം ഹെവി ആയിട്ടുള്ള എല്ലാ ടാസ്കുകളും നിഷ്പ്രയാസം ചെയ്യാൻ പറ്റും. RTX 4050 ആയിട്ടാണ് ഇതിനകത്ത് പെയർ ചെയ്തിട്ടുള്ളത്. നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള 16GB DDR5 റാമും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. 1TB SSD ആണ് ഇതിനകത്ത് വരുന്നത്. ഇനി എഡിറ്റിംഗ് എക്സ്പീരിയൻസ് പറയാം. എഡിറ്റിംഗ് എക്സ്പീരിയൻസ് ഞാൻ 4K S-Log2ലും S-Log3ലും ഉള്ള ഫൂട്ടേജ് ട്രൈ ചെയ്തിട്ടും ഒരു തരത്തിലുള്ള ലാഗും ഇല്ല. ഇതിനകത്ത് ഞാൻ ടെക്സ്റ്റ് യൂസ് ചെയ്തു. അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് റെസൊല്യൂഷൻ കുറച്ച് വെച്ചിട്ടല്ല ഞാൻ പ്ലേ ബാക്ക് ചെയ്യുന്നത്, ഫുൾ റെസൊല്യൂഷനിലാണ് ഞാൻ പ്ലേ ബാക്ക് ചെയ്ത് എഡിറ്റ് ചെയ്ത് നോക്കുന്നത്. എനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയത് ഒരുപാട് വലിയ സ്ക്രീൻ, അതായത് 27 ഇഞ്ച് സ്ക്രീനിൽ എഡിറ്റ് ചെയ്തിട്ട് 14 ഇഞ്ചിലേക്ക് വരുമ്പോൾ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ലൈക്ക് പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് 27 ഇഞ്ച് എന്ത് 14 ഇഞ്ച് നമുക്ക് ഫോണിൽ വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള നമുക്ക് ഇത് ഭയങ്കര ഒരു റിലാക്സേഷൻ ആണ്. ആൻഡ് എഡിറ്റിംഗ് എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് എല്ലാം 4K 30 FPS നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അതും റെൻഡർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ബിറ്റ് റേറ്റിലായിരിക്കും നമ്മളിട്ട് റെൻഡർ ചെയ്യുന്നതും. അങ്ങനെ നോക്കുന്ന സമയത്ത് എനിക്ക് റെൻഡറിങ്ങിൻ്റെ കാര്യത്തിലും ഒരു പ്രശ്നമില്ല. ഒരു 10 മിനിറ്റ് ഉള്ളൊരു വീഡിയോ അത്യാവശ്യം ബി റോൾസും അത്യാവശ്യം ടെക്സ്റ്റും ഗ്രാഫിക്സും എല്ലാം വെച്ച് റെൻഡർ ചെയ്യാനായിട്ട് എങ്ങനെ പോയാലും ഒരു 10 മിനിറ്റ്, ഒരു 8 മിനിറ്റ്, ഒരു 7 മിനിറ്റ് ഒക്കെ എടുക്കും. ഇനി നിങ്ങൾ ആഫ്റ്റർ എഫക്ട്സുമായിട്ട് ആ ഒരു എഡിറ്റിംഗ് ഫേസ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു മോഷൻ ഗ്രാഫിക്സ് ആഫ്റ്റർ എഫക്ട്സിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ആഫ്റ്റർ എഫക്ട്സിലുള്ള ഏതെങ്കിലും ഒരു ഹൈ എൻഡ് ഫയൽ ലൈക്ക് MOV ഫയലൊക്കെ കൊണ്ടുവന്ന് ഇടുന്നുണ്ടെങ്കിലോ കുറച്ചുകൂടി ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം. ലൈക്ക് കമ്പാരിറ്റീവ്ലി ഒരു ലാപ്ടോപ്പ് എഡിറ്റ് ചെയ്ത് റെൻഡർ ചെയ്യുന്ന സമയം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലൈക്ക് ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള കമ്പാരിറ്റീവ്ലി ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പിൽ നമ്മൾ എഡിറ്റ് ചെയ്ത് റെൻഡർ ചെയ്യുന്നത് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ദിസ് ഈസ് സോ ഫാസ്റ്റ്. ഫാൻ നോയ്സ് എടുത്ത് പറയേണ്ട ഒരു കേസ് തന്നെയാണ് എനിക്ക് തോന്നി വെച്ചിട്ട്. നമുക്കിതിനൊരു സൈലന്റ് മോഡിലും ആക്കാൻ പറ്റും. ആൻഡ് റെൻഡർ ചെയ്യുന്ന സമയത്ത് ഫാൻ നോയ്സ് നമുക്ക് അത്യാവശ്യം കേൾക്കാനായിട്ട് സാധിക്കും. ഇതിനകത്ത് നമ്മുടെ ഗിഗാബൈറ്റിന്റെ കൺട്രോൾ സെന്ററിൽ പോയി കഴിഞ്ഞാൽ ഫാൻ കൺട്രോൾ എന്ന് പറഞ്ഞിട്ട് നമുക്കിപ്പോൾ പല രീതികളിൽ ഇടാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നത് ഇക്കോ മോഡിലാണ്. ഞാനതിനെ നോർമലിലേക്ക് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൗണ്ട് ശ്രദ്ധിക്കാം. ഇതാണ് റെൻഡർ ചെയ്യുന്ന സമയത്ത്, ഒരുപാട് വലിയ ഫയൽ റെൻഡർ ചെയ്യുന്ന സമയത്ത് ഉള്ള മാക്സിമം സൗണ്ട്, ലൈക്ക് ആ ഒരു തെർമൽസിൻ്റെയും എല്ലാത്തിൻ്റെയും. നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് വരുന്ന പീക്ക് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു 52 ഡിഗ്രി അല്ലെങ്കിൽ 56 ഒക്കെയാണ്. ആൻഡ് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അതൊരു 60, 65, 70 വരെയൊക്കെ പോയിട്ടുണ്ട് എൻ്റെ കേസിൽ. ആൻഡ് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ഇത് ചാർജറിൽ കണക്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യാനാണ്. ഇപ്പോൾ ഹൈ എൻഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് ചാർജറിൽ കണക്ട് ചെയ്തിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബാറ്ററി ഹെൽത്ത് കൂടുതലായിട്ട് കിട്ടും. ബാറ്ററി ലൈഫ് ഡീസൻ്റ് ആണെന്ന് ഞാൻ പറയുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ യൂസ് കേസ് വെച്ചിട്ട് എനിക്ക് വലിയൊരു ബാറ്ററി പെർഫോമൻസ് ഇതിനകത്ത് ബാക്കപ്പ് എനിക്ക് അതിനകത്ത് നിന്ന് കിട്ടുന്നില്ല. സ്റ്റിൽ ലൈക്ക് ഈ ഒരു പെർഫോമൻസും ഇതിൻ്റെ അകത്ത് അവർ കൊണ്ടുവന്നിട്ടുള്ള സ്പെക്ക് വെച്ച് നോക്കുന്ന സമയത്ത് ഇത്രയെങ്കിലും കിട്ടുന്നുണ്ടല്ലോ എന്ന് വേണമെങ്കിൽ പറയാം. 4050 DDR5 റാം 16GB, അതുപോലെ തന്നെ ഇന്റലിൻ്റെ 13th Gen പ്രോസസ്സറും, അതും i7H സീരീസ് ഗെയിമിംഗ് സീരീസ് പ്രോസസ്സർ. അപ്പോൾ യെസ്, ദിസ് ഈസ് വെരി നൈസ്. ഇനി ഈ ഒരു ലാപ്ടോപ്പ് ആരൊക്കെ വാങ്ങണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ പ്രൈസ് എക്സാക്റ്റ് ആയിട്ട് ഞാൻ ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്തിരിക്കാം. ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് അതിനെ പറ്റിയുള്ള വലിയ ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ലൈക്ക് ഇത് നിങ്ങളൊരു ക്രിയേറ്ററാണ്, നിങ്ങളൊരു ഗ്രാഫിക് ഡിസൈനറാണ്, നിങ്ങളൊരു വീഡിയോ എഡിറ്ററാണ്, ആൻഡ് നിങ്ങൾക്ക് വിൻഡോസ് ആണ് താല്പര്യം, നിങ്ങളൊരു ഓഡിയോ പ്രോസസ്സിങ് അല്ലെങ്കിൽ ഓഡിയോ എഡിറ്ററാണ്, അല്ലെങ്കിൽ ഇലിസ്ട്രേറ്ററാണ്, നിങ്ങൾ കോഡിംഗ് ഒക്കെ ഒരുപാട് ചെയ്യുന്നവരാണ്, ലൈക്ക് അത്യാവശ്യം ഗെയിമോ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ കളിക്കും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എടുത്തിരിക്കേണ്ട ഒരു ലാപ്ടോപ്പ്. ബിക്കോസ് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്
കംപ്ലീറ്റ്ലി ഒരു എഡിറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ലാപ്ടോപ്പാണ്. എന്നിരുന്നാൽ കൂടി നിങ്ങൾക്ക് ഇതിനകത്ത് ഗെയിം കളിക്കാനും പറ്റും. ലൈക്ക് ഗെയിം കളിക്കാൻ എൻ്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. ബിക്കോസ് ഗെയിമിംഗ് ലാപ്ടോപ്പുകൾക്ക് അല്ലെങ്കിൽ ഗെയിം കളിക്കുന്ന ലാപ്ടോപ്പുകൾക്ക് അതിനകത്തുള്ള ഹീറ്റ് സിങ്കും കൂളേഴ്സും കാര്യങ്ങളും എല്ലാം ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും, കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ളതായിരിക്കും. ഇതൊരു എഡിറ്റിംഗ് ലാപ്ടോപ്പ് ആയതുകൊണ്ട് തന്നെ നിങ്ങളൊരു എഡിറ്റർ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോക്കസിൽ വേണം ഇതെടുക്കാൻ. ഇപ്പോൾ ഒരു കാര്യം പറയട്ടെ, എൻ്റെ കയ്യിൽ ഞാൻ ഈ ലാപ്ടോപ്പ് ഒറ്റ കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. ഈ ഒരു ചെറിയ സാധനം എൻ്റെ ആ ഒരു വലിയ കമ്പ്യൂട്ടറിനേക്കാളും കേപ്പബിലിറ്റി ഉള്ളതും പെർഫോമൻസ് ഉള്ളതുമാണ്. വാട്ട് എ മാസ്റ്റർ പീസ്. പറയാതിരിക്കാൻ വയ്യ. ഞാൻ ഉപയോഗിച്ചത് വെച്ചിട്ട്, അതായത് 2023 ഇറങ്ങാൻ പോകുന്ന ബെസ്റ്റ് എഡിറ്റിംഗ് ലാപ്ടോപ്പ് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ, വിൻഡോസ് ബേസ്ഡ് ആയിട്ടുള്ള ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാൻ പറയും. നിങ്ങൾക്ക് ഇത് എവിടെ വേണോ ബാഗിനകത്ത് ഇട്ട് പോകാൻ പറ്റും. ലൈറ്റ് വെയിറ്റ് ആണ്, ഈസി ടു ക്യാരി, ഈസി ടു ഹാൻഡിൽ. ലൈക്ക് ഒരു കൈ വെച്ച് തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ആൻഡ് ഇത് നിങ്ങൾക്ക് എടുത്തിട്ട് ആരെങ്കിലും കൊണ്ട് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഒറ്റ കയ്യിൽ കൊണ്ടുപോകാൻ പറ്റും. വെരി നൈസ്. കേരളത്തിൻ്റെ അവസ്ഥയാണ്, ഞാൻ പുറത്തിരുന്ന് എഡിറ്റ് ചെയ്ത് നോക്കിയ സമയത്ത് ഭയങ്കരമായിട്ട് ഈ ഇലയുടെയും കാടിൻ്റെയൊക്കെ റിഫ്ലക്ഷൻസ് വരുന്നു എന്നുള്ളതാണ് ഒരു ഭാഗം. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ ലൈക്ക് നിങ്ങളൊരു പവർ പോർട്ട് ഇല്ലാത്തൊരു സ്ഥലത്താണ് പോയി എഡിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല എന്ന് എനിക്ക് വേണമെങ്കിൽ പറയേണ്ടി വരും. സോ അത് മാത്രം എനിക്ക് കുറച്ചൊരു ഡിസപ്പോയിൻമെൻറ്റ്. ലൈക്ക് ഒരു ചാർജിങ് പോർട്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒരു സമാധാനത്തിൽ എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അയ്യോ ബാറ്ററി കഴിയുമോ എന്ന് ഓർത്ത് എഡിറ്റ് ചെയ്യേണ്ടി വരും. സ്റ്റിൽ ഇറ്റ്സ് എ വെരി ഗുഡ് ചോയ്സ്. പെർഫോമൻസ് വൈസ് ഒരു രക്ഷയില്ല. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഗിഗാബൈറ്റിൻ്റെ എയറോ 14 എന്ന് പറഞ്ഞിട്ടുള്ള ലാപ്ടോപ്പിൻ്റെ റിവ്യൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് കരുതുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. ഇനിയും ഇതേപോലുള്ള ലാപ്ടോപ്പ് റിവ്യൂസും സ്മാർട്ട് ഫോൺ റിവ്യൂസിനായിട്ട് കാത്തിരിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ലവ് യു സോ മച്ച് ഗൈസ്.